നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നാലും എനിക്കതങ്ങ് നാണക്കേടായി പോയി. നിങ്ങളെപ്പറ്റി അവളങ്ങനെ പറഞ്ഞത്. ആരെന്ത് പറഞ്ഞെന്നാ ഭാവിനി? ആ ദേവിക പറഞ്ഞെന്ന് ശരത്തുമോൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് നാട് മുഴുവൻ ഭാര്യമാരുണ്ടെന്ന്. അതെങ്ങനെ ദേവിക അറിയാനാ? അപ്പൊ അവള് വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾക്ക് വേറെ ഭാര്യമാരുണ്ടല്ലേ? എന്റെ സംശയങ്ങളൊക്കെ ശരിയായിരുന്നു. അയ്യോ ഭാമിനി, ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. ഓ, നിങ്ങൾ പറഞ്ഞു വന്നപ്പോ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞതായിരിക്കും. എന്നാലും ഇത് അവളോടൊന്ന് ചോദിക്കണം. വെറുതെ ആ പെണ്ണിനോട് ഗുസ്തി പിടിക്കാൻ പോലെന്നാ എന്റെ അഭിപ്രായം. നീ കരുതുന്നത് പോലത്തെ പെണ്ണല്ല അവള്. എന്താ, അവക്ക് നാക്കിന് കുറച്ച് നീളം കൂടുതലാ, അത്രയല്ലേ ഉള്ളൂ. നാക്കിന് നീളം മാത്രമല്ല, നല്ല ധൈര്യമുണ്ട്. അവളുടെ ധൈര്യം. ഒരു തവണ ഞാൻ അവളെ ഒന്ന് കുത്തി പിടിച്ചതാ. അവക്കറിയത്തില്ല ഭാമിനി ആരാണെന്ന്. ഭാമിനി, നമ്മൾ ഇവിടെ വന്നത് എന്തിനാ? വല്യക്കന്റെ പേരിലുള്ള ആ സ്ഥലവും എഴുതി വാങ്ങി പറ്റാവുന്നത്ര കാശും ഒരു കൂട്ടി നമ്മുടെ പാട് നോക്കി പോകാൻ അല്ലേ? അത് മതിയെന്ന്. അല്ലാതെ മുങ്ങുന്ന കപ്പലിൽ നിന്നോണ്ട് അടി കൂടേണ്ട കാര്യമുണ്ടോ? അതില്ല. പക്ഷേ നമ്മുടെ ഈ ഉദ്ദേശങ്ങൾ നടക്കണമെങ്കിലേ ആദ്യം അവളെ ഒതുക്കണം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് അവളോടൊന്ന് ചോദിക്കണം. അല്ലാതെ ഉറക്കം വരത്തില്ല. ഭാമിനി, എടി, എന്താ ഭാമിനി അമ്മച്ചി? നീ പറഞ്ഞോടി, എന്റെ കെട്ടിയോന് നാട് മുഴുവൻ ഭാര്യമാരാണെന്ന്. എന്റെ ഭാവിനി, ആ കൊച്ചറിവില്ലാതെ പറഞ്ഞതാ. ഇതൊരു കൊച്ചു കുട്ടിയല്ലേ, നീ ക്ഷമിക്കേ. കുട്ടിയല്ല, ഓനക്കുട്ടി. ആമ്പർന്നവൻ ഇതിൽ ഇടപെടണ്ട. എന്ത് വേണോന്ന് എനിക്കറിയാം. സോമനച്ഛന് നാട് മുഴുവൻ ഭാര്യമാരുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ശരത്തിനുണ്ടാവുന്ന് പറഞ്ഞു. ശരത്ത് സോമനച്ഛനെ കൂട്ടുപിടിച്ചതായിരിക്കും. ഭാമിനി അമ്മച്ചി ഇനി ഒന്ന് സൂക്ഷിച്ചോ. കാരണേ സോമനച്ഛൻ ശരത്തിന്റെ കൂടെ ഇപ്പൊ നടപ്പ്. അപ്പൊ പിന്നെ ചിലപ്പോ ഇനി ഇങ്ങനൊക്കെ സംഭവിച്ചുകൂടാന്നൊന്നുമില്ല. അങ്ങനെ എങ്ങനെ സംഭവിച്ചാ ഭാമിനി അമ്മച്ചിക്ക് ദുഃഖിക്കേണ്ടി വരും. നീ എന്താടി പറഞ്ഞേ? നിനക്ക് ഞങ്ങൾ ആരാണെന്ന് ശരിക്കും അറിയത്തില്ല. ചുമ്മാ വരട്ടത് ഭാമിനി അമ്മച്ചി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ, നിങ്ങൾ ആരാണെന്നുള്ള കൃത്യമായ ഒരു ഊഹവും ധാരണയും എനിക്കുണ്ട്. നല്ല ഒന്നാന്തരം നരബലി ഫാമിലി. നിങ്ങളതിനോട് മുഖത്തോക്കി പറഞ്ഞായിരുന്നല്ലോ വേണ്ടി വന്ന നരബലി നടത്തുന്നു. ഇപ്പൊ എനിക്കത് ഉറപ്പായി. ഇതുപോലൊരു ഭാര്യയും ഭർത്താവും കുറച്ചാലും മുമ്പ് അകത്തായിരുന്നു. പലതും അറിഞ്ഞായിരുന്നോ? വെറുതെ പ്രശ്നത്തിനിക്കാതെ നീ വന്നേ. വാ. എന്താ എന്താ ചിറ്റപ്പ പ്രശ്നം? ഇവളെന്റെ കെട്ടിയോനെ കുറിച്ച് അപഖ്യാതി പറയുന്നു. ഇയാൾക്ക് നാട് മുഴുവൻ ഭാര്യമാരുണ്ടെന്ന്. ഇത് ചോദിക്കാൻ വന്ന എന്നെ എന്റെ ആമ്പർന്നോനെ അപമാനിക്കുക. ഞങ്ങള് കൊലയാളികളാണെന്ന്. ദുർമന്ത്രവാദവും നരബലിയും നടത്തുന്നവരൊക്കെ കൊലപാതകളി തന്നെയാ. അവര് മനുഷ്യന്റെ വിശ്വാസത്തെ മുതലെടുത്ത് അവരുടെ മനസ്സിനെയാ കൊല്ലുന്നത്. അതന്നെ ഞാൻ പറഞ്ഞുള്ളൂ. ആണെങ്കിൽ നീ അത് തെളിയിക്കടി. ഞങ്ങൾ ആരാണെന്ന് നിനക്ക് ഞങ്ങൾ ബോധ്യപ്പെടുത്തി തരാം. ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഇങ്ങനെയുണ്ടോ ഒരു വീട്? നീ നിന്റെ മരുമോളെ നിലയ്ക്ക് നിർത്തടി. അവക്ക് യാതൊരു അധികാരവും അവകാശവും ഇല്ലാത്ത വീട്ടിൽ നിന്നാ ഈ അഹങ്കാരം കാണിക്കുന്നത്. എനിക്ക് ഈ വീട്ടിൽ അവകാശമില്ലാന്ന് ആരാ ഭാമിനി അമ്മച്ചിയോട് പറഞ്ഞത്? ഇതേ എന്റെ സുധേട്ടന്റെ വീടാ. ഇവിടുത്തെ അച്ഛനും അമ്മയും ഇറങ്ങിപ്പോവാൻ പറയുന്നിടം വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ കള്ളം പറഞ്ഞു അഭിനയിച്ചും ഈ വീട്ടിൽ കയറിക്കൂടിയ ശരത്തെന്ന് പറയുന്നവനെ കുറിച്ചുള്ള അന്വേഷണം ഒന്ന് കഴിയട്ടെ. അത് കഴിഞ്ഞ് ഞാൻ അന്വേഷിക്കാൻ പോകുന്നതേ ബ്രഹ്മശ്രീ സോമൻ എന്ന ഈ സോമൻ അച്ഛനെ കുറിച്ചും ഭാമിനി അമ്മച്ചിയെ കുറിച്ചും ആയിരിക്കും. എന്നിട്ട് ഞാൻ പറയാം നരബലി ഫാമിലി ആണോ അല്ലയോ എന്ന്. എന്റെ ഭാമിനി, നീ ഒന്ന് വന്നേ. വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കാതെ നീ വന്നേ. ഓളെ
എന്റെ ദേഷ്യവും സങ്കടവും കൊണ്ട് പറഞ്ഞു പോകുന്നതാ. ഒരു വീട്ടിൽ പ്രശ്നങ്ങൾ എങ്ങനെ ഒഴിവാക്കണമെന്നും കൂടി പെൺകുട്ടികൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. മോളെ, എന്താ ഞാൻ ഈ വേഷം ഒന്ന് മാറ്റിയിട്ട് വരാം. നീ തനിയെ പോണ്ട. എന്നാ ഒന്ന് വേഗം റെഡിയാ വെച്ചാ കുഞ്ഞുണർന്ന നമ്മുടെ കൂടെ വരണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയാൻ തുടങ്ങും. പിന്നെ അവളെ ഒന്ന് അടക്കിയിരുത്തണമെങ്കിൽ അമ്മായി പാടുപെടേണ്ടി വരും. അതും ശരിയാ. ചെന്ന് വക്കീലിനെ കണ്ടിട്ട് അവർ പറയുന്ന പോലെ എന്താന്ന് വെച്ചാ ചെയ്യാം. ആദ്യം പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുക്കാന്നാ വക്കീല് പറഞ്ഞത്. അതിനുള്ള പരാതിയും തയ്യാറാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ സ്റ്റേഷൻ, കോടതി, തെളിവെടുപ്പ്, കേസ് എല്ലാം കൂടെ വലിയ പുകിലാവും. നിങ്ങൾക്ക് എന്താ പേടി തോന്നുന്നുണ്ടോ? എന്തായാലും ഇത്രയൊക്കെ അനുഭവിച്ചു. ഇനി ബാക്കി നോക്കിയിട്ട് തന്നെ കാര്യം. അച്ഛാ, അയാള് പിന്നെയും വന്നു. ശങ്കരേട്ടാ, അയ്യോ. മാമ വണക്കം. നീയോ? നീ എന്താടാ വന്നേ? ഈ വീട്ടിൽ കാല് കുത്തിരി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ. എന്റെ പൊണ്ടാട്ടിയും കുളഞ്ഞയുടെ വീട്ടില് ഞാൻ കണ്ടിപ്പാ വരും. മോളെ, നീ അകത്ത് പോ, കുഞ്ഞിന്റെ അടുത്തിയല്ലേ. ഇവന്റെ കാര്യം ശങ്കരേട്ടൻ നോക്കിക്കോളൂ. ചെല്ലങ്ങോട്ട്. പൊന്നുമണി, നമുക്കൊന്നിച്ച് കുളഞ്ഞ അടുത്ത് പോവാന്നേ. അപ്പ അമ്മ ഒരുമിച്ച് പാത്താലേ അവക്ക് ரொம்ப സന്തോഷാവും. വാ പൊന്നുമണി. നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ വിളിച്ചു ഈ ആളെ കൂട്ടും. അവര് നിന്റെ കൈയും കാലും തല്ലി പിടിച്ച് സാമ്പ്രാണി കൂടി കായൽ താഴ്ത്തും. എന്ന മാമ ഇത് വെറുതെ വഴക്ക്, പുക്കാറ്, കേസ് ഒന്നുമേ വേണ്ട. എന്റെ പൊണ്ടാട്ടിയെ എനക്ക് വേണം. നിങ്ങൾ സന്തോഷമായിട്ട് ഇവളെ എനക്ക് തന്ന ഇവൾക്കും കുളന്തക്കും ഒരു ജീവിതം കിട്ടും. നല്ല റാസാത്തി മാതിരിയുള്ള ജീവിതം. നിന്നെപ്പോലുള്ള റൗഡിയുടെ കൂടെ വിടാനല്ല ഞാൻ എൻ്റെ കൊച്ചിനെ വളർത്തിയത്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ നടതള്ളി ഭാരം ഒഴിവാക്കാനേ ചങ്ങന് 10ഉം പലതും ഇല്ലടാ. നിന്നെ കൂടി പ്രതി ചേർത്താ ഞങ്ങൾ കേസ് കൊടുക്കാൻ പോകുന്നത്. പോലീസ് നിന്നെ നന്നായി ഒന്ന് ചോദ്യം ചെയ്താ പല കേസുകളും തെളിയുമെന്ന് എനിക്കറിയാം. ഞാൻ ലോറി ഓടിക്കുന്ന ഡ്രൈവറാണ്. അന്ത ലോറി ഒന്ന് കയറി ഇറങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഈ മാമന്റെ ബോഡിക്ക്? ഇവളെ എനിക്ക് വേണം. അതിന് ഉങ്ങളെ കൊല്ലാനും എനിക്ക് മടിയില്ല. ഇപ്പൊ ഞാൻ വന്നത് കേസിനും കലാട്ടയ്ക്ക് നിൽക്കരുതെന്ന് ഒരു ലാസ്റ്റ് വാണിംഗ് തരാനാ. ഇത് തന്നെ ഞാൻ അന്ത ശരത് സാറിന്റെ വീട്ടിലും പോയി പറഞ്ഞിരുന്നു. ഉങ്ങൾ சொன்ன மாதிரி இந்த சரவணன் நல்ல ഒന്നാം തരം റൗഡിയാ, പക്കാ ക്രിമിനൽ. ഒരുപാട് രക്തത്തിന്റെ മണമുള്ള കൈയായിരുന്നു. ഇതിൽ ഇനിയും രക്തം വീഴ്ത്തരുത്.